ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം ലഭിച്ചപ്പോൾ തന്നെ സിയ ഫാത്തിമ സ്വപ്നം കണ്ടു തുടങ്ങിയതാണ്. സംസ്ഥാന തലത്തിലെ എ ഗ്രേഡും തൃശ്ശൂരിലെ കാഴ്ചകളും. എന്നാൽ കാലം തെറ്റിയെത്തിയ മഴ പോലെ 3 ആഴ്ച മുൻപ് സിയയെ തേടി ഒരു രോഗമെത്തി. ജില്ലാ കലോത്സവത്തിൽ എങ്ങനെയായിരുന്നു നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു? നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നു. അതിനുശേഷമാണ് ഈ രോഗത്തിന്റെ ബുദ്ധിമുട്ട്. അതിനുശേഷമാണ് ഇപ്പം ഇത് രോഗം കൂടിയത്. അതായത് അവിടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ സ്റ്റേറ്റിൽ പങ്കെടുക്കുക എന്നത്. പൂർണ്ണമായ വിശ്രമം വേണമെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശം. സ്കൂളിൽ പാറി നടന്ന അവളുടെ കാഴ്ചകൾ വീട് മാത്രമായി ചുരുങ്ങി. ശക്തന്റെ മണ്ണിലെ കലോത്സവ സ്വപ്നങ്ങൾ ദൂരേക്ക് മാഞ്ഞു തുടങ്ങി. എന്നാൽ രോഗത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാൻ സിയ ഒരുക്കമല്ലായിരുന്നു. കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് ഒരു കത്തെഴുതി. ഹൃദയത്തിലെ കലയും സ്വപ്നങ്ങളും തൂലികയിലൂടെ കത്തിലേക്ക്. പിന്നെ നടന്നത് ചരിത്രം. വിദ്യാഭ്യാസ വകുപ്പ് സിയയ്ക്കായി പ്രത്യേക ഉത്തരവ് പുറത്തിറക്കി. ഒരു ചരിത്ര നിമിഷമാണ്. ഇതൊരു പ്രത്യേക ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. മന്ത്രിക്ക് കിട്ടിയ അപേക്ഷ നിയമാനുസരണം കളക്ടറുടെയും DD വിദ്യാഭ്യാസ ഓഫീസർമാരുടെയും ഒക്കെ റിപ്പോർട്ട് DG വാങ്ങി അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ട് അദ്ദേഹം കുറേ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് കൊടുത്തിട്ടുള്ളത്. 64 വർഷത്തെ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി മത്സരം ഓൺലൈനിലൂടെ. ചരിത്ര മത്സരം കാണാൻ മന്ത്രിമാരും നേരിട്ടെത്തി. ഒടുവിൽ സിയയുടെ ആത്മവിശ്വാസത്തിന് നിറങ്ങൾ കൊണ്ടൊരു എ ഗ്രേഡ്. 912 എ ഗ്രേഡ് ലഭിച്ചിരിക്കുന്നു. ഇനി ജീവിതത്തിലെ എ ഗ്രേഡിനായുള്ള കാത്തിരിപ്പാണ്. സിയ ഫാത്തിമ വീണ്ടും സ്കൂളിൽ പാറി നടക്കുന്നത് കാണാനുള്ള കാത്തിരിപ്പ്. നിങ്ങളൊരു കാര്യം അത് തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നേടിത്തരാൻ ഈ ലോകം മുഴുവൻ ഗൂഢാലോചന നടത്തുമെന്ന് പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ സിയയുടെ ജീവിതത്തിന് നിറങ്ങൾ പകരാൻ ഈ ലോകം മുഴുവൻ ഗൂഢാലോചന നടത്തുകയാണ്. ആന്റണി ഗ്രിഗറിക്കൊപ്പം ഷിനോദസ്റ്റി, മാതൃഭൂമി ന്യൂസ്. ഗുരുതരമായ രോഗത്തോട് കലകൊണ്ട് പൊരുതി പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് സിയ ഫാത്തിമ. കേരള സംസ്ഥാന കലോത്സവത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ് ഓൺലൈനായി പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി. അതോടൊപ്പം തന്നെ അറബിക് പോസ്റ്റർ രചന ഹൈസ്കൂൾ വിഭാഗത്തിൽ സിയ എ ഗ്രേഡ് സ്വന്തമാക്കുകയും ചെയ്തു. സിയയാണ് മാതൃഭൂമി ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ. ഹാപ്പി ജാം, ഹാപ്പി പീനട്ട് ബട്ടർ, പിക്കിൾ, സ്കോഷ് നിർമ്മാതാക്കളായ SLK ഫുഡ് പ്രോസസ്സിംഗ് ആണ് ഈ സമ്മാനം സിയയ്ക്കായി നൽകുന്നത്. സിയെ പോലുള്ള ഒട്ടനേകം വിദ്യാർത്ഥികൾക്ക് വലിയ പ്രചോദനം കൂടിയാണ് ഈ സ്നേഹസമ്മാനം. ഈ സ്നേഹസമ്മാനം സിയയുടെ സാന്നിധ്യത്തിൽ തന്നെ രക്ഷിതാക്കൾക്ക് കൈമാറുകയാണ്.